ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12 ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമ്മളുടെ അതിലടുത്ത ചോദ്യമാണിത്. അപ്പം മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അത് നോക്കി പഠിച്ചിട്ട് വേണം നമ്മുടെ ബാക്കി വീഡിയോസ് ചെയ്യാൻ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പോർഷൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചിലപ്പോൾ ചിലത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാതെ വരും. അതുകൊണ്ടാണ് പ്രീവിയസ് വീഡിയോസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് y square equal to x and the lines x is equal to 1, x is equal to 4 and x axis. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഒരു റീജിയൻ്റെ ഏരിയ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആദ്യമായിട്ട് തന്നിട്ടുള്ള കർവ് ഏതാ? y square equal to x ആണ്. അപ്പോൾ നമുക്ക് ഫിഗർ തന്നെ നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ അത് ഞാൻ x ആക്സിസും y ആക്സിസും വരയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പരാബോളയുടെ ഇക്വേഷൻ അറിയാം, y സ്ക്വയർ ഈക്വൽ ടു 4x. അപ്പോൾ സെയിം സാധനം തന്നെ ഇവിടെ 4 എന്ന് പറയുന്ന വാല്യൂ 1 ആയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതും എന്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്? പരാബോളനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നൊരു പരാബോള നമുക്ക് ആദ്യം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ y സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പരാബോള വരച്ചപ്പോൾ ഇതാണ് നമ്മുടെ y സ്ക്വയർ ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇനി ഇതിൽ എന്താ എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 4 ആൻഡ് എക്സ് ആക്സിസ്. ഇത് 3 വരകളും കൂടെ ചേരുമ്പോൾ ഫോം ചെയ്യുന്ന റീജിയൻ. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1 വരയ്ക്കണം. ഇതാണ് 1, ഇതാണ് 4 എന്നിരിക്കട്ടെ, പിന്നെ ഇടയ്ക്ക് 2 3 ഒക്കെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 ആയി. അടുത്ത എന്താ? എക്സ് ഇസ് ഈക്വൽ ടു 4. ഇപ്പോൾ 2 വരകളായാലോ. ഇത് എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ്, ഇത് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ അല്ലേ? പിന്നെ എക്സ് ആക്സിസ്. അപ്പോൾ ഏതാ? y സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന കർവ്, എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 4, എക്സ് ആക്സിസ്. ഈ 4 വരകളും കൂടെ ചേരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇതല്ലേ? ഇത്രയും പോർഷനാണ് ഈ 4 വരകളും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന റീജിയൻ. അപ്പോൾ ഇത് ഇത്രത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫിഗർ സെറ്റായി. ഏത് ഏരിയയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട് അല്ല. അതിൽ നിന്ന് നമുക്ക് വൈക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു എക്സ്. ഇതിൽ നിന്ന് y കണ്ടുപിടിക്കുമ്പോൾ എന്താ? എക്സിൻ്റെ റൂട്ട് എടുത്താൽ പോരെ. അപ്പോൾ y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇത് നമ്മളുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റീജിയൻ്റെ ഏരിയ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് നമുക്ക് നോക്കണ്ടേ, എവിടെ മുതൽ എവിടം വരെയാണെന്നുള്ളത്. നോക്കിക്കേ ഫിഗറിലോട്ട്. ഇത് ഇത്രയും പോർഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെയാണ്? 1 മുതൽ 4 വരെയാണ് അതിൻ്റെ ലിമിറ്റ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 4 y dx എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് വൈക്ക് നമ്മളിവിടെ കണ്ടുപിടിച്ച് ഈ റൂട്ട് എക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 4 റൂട്ട് എക്സ് ഡി എക്സ് എന്ന് വന്നു. ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 4. ഈ റൂട്ട് എക്സിനെ ഞാൻ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതുക. ഓക്കെ, റൂട്ട് മാറ്റി ഞാൻ അതിനെ എക്സ് റേസ് ടു 1/2 എന്നാക്കി. വിച്ച് ഇസ് ഈക്വൽ ടു ഇനി ഇൻ്റഗ്രൽ ഇടണ്ട, നമുക്ക് നേരെ ഇൻ്റഗ്രൽ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിപ്പം എക്സ് റേസ് ടു എൻ ഫോർമാറ്റിലല്ലേ. എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എന്താ? എക്സ് റേസ് ടു n + 1/n+1 അല്ലേ. അപ്പോൾ എക്സ് റേസ് ടു 1/2ൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? എക്സ് റേസ് ടു 3/2/3/2 എന്ന് വരും. ഇൻ്റഗ്രൽ എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ലിമിറ്റ് ഇട്ട് കൊടുക്കണം 1 to 4. ഓക്കെ, ഇനി ഈ 2/3നെ ഞാൻ ഇതിൻ്റെ വെളിയിലേക്ക് എടുക്കുവാണ്. ഇപ്പോൾ 3/2നെ. അപ്പോൾ അതിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? അത് 2/3 ആയിട്ട് മാറും. ഇൻറ്റു എക്സ് റേസ് ടു 3/2. നമ്മുടെ ലിമിറ്റ് എന്താ? 1 to 4 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ഇനി നമുക്ക് എന്താ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ അപ്പർ ലിമിറ്റ് ആദ്യം എന്താ? 4. അപ്പോൾ 4 റേസ് ടു 3/2 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 റേസ് ടു 3/2 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ഈ 4നെ ഞാനിവിടെ 2 സ്ക്വയർ എന്ന് എഴുതുവാണേ. ദ ഹോൾ റേസ് ടു 3/2 മൈനസ് 1 റേസ് ടു 3/2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ 2നെയും എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കതിനെ എങ്ങനെ എഴുതാം? എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് 2ഉം എന്നിൻ്റെ സ്ഥാനത്ത് 3/2 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ 2നെയും ഈ 2നെയും എനിക്ക് വെട്ടിക്കളയാൻ പറ്റും. കണ്ടോ, അതാണ് ഞാനിവിടെ ഡയറക്റ്റ് വെട്ടിക്കളഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ഇവിടെ എന്താ വരുന്നത്? 2 റേസ് ടു 3 എന്ന് വരും അല്ലേ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 2 റേസ് ടു 3 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 2 റേസ് ടു 3 എന്ന് പറയുന്നത് എത്രയാണ്? 8 അല്ലേ. അപ്പോൾ 8 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു
2/3 ഇൻറ്റു 8 - 7 എന്ന് പറയുന്നത് 8 - 1 എന്ന് പറയുന്നത് 7. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 7 × 2 is 14. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 14/3 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. കണ്ടോ? അപ്പോൾ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇത്രയും ഭാഗത്തിൻ്റെ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഏതൊക്കെ ലൈനുകളും അല്ലെങ്കിൽ ഏതൊക്കെ കർവുകളുമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ റീജിയൻ നമുക്ക് വരച്ച് തീരുമാനിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണ് കേട്ടോ ഇത്. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y = cos x between x is equal to 0 and x is equal to 2π. ഓക്കെ. അപ്പോൾ നമ്മുടെ കർവ് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? cos x ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ രണ്ട് ലൈൻസും പറയുന്നുണ്ട്, x is equal to 0യും x is equal to 2π. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ y = cos x-ൻ്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ x ആക്സിസും y ആക്സിസും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് ഇത് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇത് 0, ഇത് π/2, ഇത് π, 3π/2, ഇത് 2π. ഓക്കെ. നമ്മൾ cos x-ൻ്റെ ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് 0 നമ്മുടെ ഒറിജിനൽ മുട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇങ്ങനെ നമ്മൾ പോയി, ഇങ്ങനെ പോയി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫ് പോണത്. കാണിക്കട്ടെ. അപ്പോൾ നമ്മളുടെ y = cos x എന്ന് പറയുന്ന ഗ്രാഫാണിത്. ഇനി ഇതിൽ രണ്ട് ലൈൻസ് പറയുന്നുണ്ട്, x is equal to 0യും x is equal to 2π. ഇവിടെ x is equal to 0 എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെ? നമ്മളത് ഈ y ആക്സിസ് തന്നെയാണ് x is equal to 0 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി x is equal to 2π എന്ന് പറയുന്നത് എന്താ? ഈ 2πയിലൂടെ ഒരു ലൈൻ വരച്ചാൽ കണ്ടോ, ഇതാണ് നമ്മുടെ x is equal to 2π എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള റീജിയൻ്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിലെന്ത് വരും? ഇത് വരും. പിന്നെ ഇതിനെ ഞാനൊന്ന് രണ്ടാക്കി ഇങ്ങനെ രണ്ടാക്കുവാണ്. അപ്പോൾ അതെ ഇവിടെ 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 രണ്ടാക്കിയതിൻ്റെ കാരണം എന്താ? ഈ പോർഷൻസ് ഒക്കെ സെയിം ആണ് അല്ലേ? ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കട്ടെ. ഇതേ മെഷർമെൻ്റ് ആണ് ഇവിടെ ഇവിടെ ഇവിടെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത്രയും പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം, ഓക്കെ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള കർവിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കിട്ടും അല്ലേ? y = cos x, x is equal to 0, x is equal to 2π. ഇതിൻ്റെ ഉള്ളിൽ കിടക്കണ ഇത്രയും പോർഷൻ്റെ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രത്തിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് ഈ ഒരു ചെറിയ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്, y = cos x. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ, അതായത് നമുക്ക് വേണ്ട സാധനം ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ എന്താ വരുന്നത്? റിക്വയർഡ് ഏരിയ equal to 4 into area of the shaded region. 4 into area of the shaded region. Okay. Which is equal to 4 into integral. നമുക്ക് ലിമിറ്റ് വേണ്ടേ? എവിടെ മുതൽ എവിടെ വരെയാതെ? ഇവിടം മുതൽ ഇങ്ങനെ അറ്റം വരെ ഉണ്ട്. അപ്പോൾ എന്താ വരേണ്ടത്? 0 to 2π വരെയുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലിമിറ്റ് എടുത്താൽ മതി. അപ്പോൾ എന്താ? 0 to π/2. ഓക്കെ. അപ്പോൾ എന്ത് വരും? 0 to π/2 y dx. ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 4 into integral 0 to π/2. വൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? cos x അല്ലേ? അപ്പോൾ cos x dx which is equal to 4 into cos x-ൻ്റെ ഇൻറ്റഗ്രൽ നമുക്കറിയാം എന്താണ്? sin x അല്ലേ? അപ്പോൾ sin x ഇൻറ്റഗ്രൽ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മളുടെ ലിമിറ്റ് എഴുതണം 0 to π/2. അടുത്ത സ്റ്റെപ്പിൽ എന്താ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ? അപ്പോൾ 4 into ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് വരും? sin π/2 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് sin 0 which is equal to 4 into sin π/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്, മൈനസ് sin 0 എന്ന് പറയുന്നത് 0 ആണ്, which is equal to 4 into 1 minus 0 എന്ന് പറയുന്നത് 1 തന്നെ. സോ നമ്മളുടെ ഫൈനൽ ആൻസർ എന്ത് വരും? 4 എന്ന് കിട്ടും കേട്ടോ. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ കംപ്ലീറ്റ് റീജിയൻ്റെ ഏരിയ ആണ് നമുക്കിപ്പോൾ കിട്ടിയ ഈ 4 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യമാണിത്. Find the area of the region bounded by the parabola y = x² + 2, x-axis x is equal to 0 and x is equal to 3. ഓക്കെ. അപ്പോൾ ഇത്രയും കർവുകൾ അല്ലെങ്കിൽ ഒരു കർവ് പിന്നെ ഇത്രയും ലൈൻസ്, ഇത്രയും ലൈനുകൾ ഉൾപ്പെടുന്ന ആ ഒരു റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. എക്സ് വൈ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള കർവ് എന്ന് പറയുന്നത് y = x² + 2 ആണ്.
നമ്മൾ ഇതുവരെ പറഞ്ഞ പരാബോള എന്ന് പറയുന്നത് y സ്ക്വയർ ഈക്വൽ ടു എന്നും പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ y ഈക്വൽ ടു, അപ്പം നമ്മുടെ പരാബോള നേരെ തിരിയും. അതായത് y സ്ക്വയർ ഈക്വൽ ടു ഇങ്ങോട്ടായിരുന്നെങ്കിൽ ഇത് x സ്ക്വയർ വന്നതുകൊണ്ട് നേരെ മുകളിലോട്ടായിരിക്കും നമ്മളുടെ ഈ പരാബോള വരുന്നത്. ഓക്കെ, അപ്പോൾ x സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുമ്പോഴത്തേക്കും ആ പരാബോള വരുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഇത് 0, ഇവിടുന്ന് ഇത് 1, ഇവിടെ 2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയായിരിക്കും ആ പരാബോള പോകുന്നത്. ഓക്കെ, ആ 2 വന്നതുകൊണ്ടാണ് ഒരു 2 യൂണിറ്റ്സ് പൊക്കത്തേക്ക് പോയത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2. അപ്പോൾ ആ കർവ് നമ്മൾ വരച്ചു. ഇനിയുള്ളത് ഏതാ? എക്സ് ആക്സിസ്. അതിവിടെ ഉണ്ട് എക്സ് ആക്സിസ്. പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഞാൻ പറഞ്ഞിരുന്നു y ആക്സിസ് തന്നെയാണ് നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണം തന്നിട്ടുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 3 എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ പോകുന്ന ലൈനാണ് നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കൂടെ ഉൾപ്പെടുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇതല്ലേ, ഇത്രയുമാണ് നമ്മുടെ 4 കൂടെ ഉൾപ്പെടുന്ന റീജിയൻ. അപ്പോൾ ഇത്രയും റീജിയൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എന്ത് വരും? 0 മുതൽ 3 വരെ ആയിരിക്കും നമ്മളുടെ ലിമിറ്റ് വരുന്നത്. വൈയുടെ വാല്യൂ ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുമുണ്ട്. അപ്പം നമുക്കതങ്ങ് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ എന്താ വരുന്നത്? റിക്വയർഡ് ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മുടെ ലിമിറ്റ് എത്രയാണ് വരുന്നത്? ഇൻറ്റഗ്രൽ 0 to 3 അല്ലേ, 0 to 3 y dx എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 3. വൈയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. അപ്പോൾ നമുക്കതിവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 dx എന്ന് വരും. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാം അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 അല്ലേ, പ്ലസ് 2ൻ്റെ ഇൻറ്റഗ്രൽ എന്ത് വരും? 2x എന്ന് വരും. നമ്മുടെ ഇൻറ്റഗ്രൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ ലിമിറ്റ് എഴുതണം. അടുത്ത സ്റ്റെപ്പിൽ എന്താ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ അപ്പർ ലിമിറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും, കാരണം ലോവർ ലിമിറ്റ് നമുക്കിവിടെ 0 ആയി വരുന്നത്. അപ്പോൾ ആ ടേം കംപ്ലീറ്റ് എന്തായി മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ എന്താ വരുന്നത്? എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സിന് അപ്പർ ലിമിറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പർ ലിമിറ്റ് ഇവിടെ 3 ആണ്. അപ്പോൾ 3 ക്യൂബ് ബൈ 3 പ്ലസ് 2 ഇൻറ്റു 3. അപ്പർ ലിമിറ്റ് നമ്മൾ ഇട്ട് കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് ആ ടേം കംപ്ലീറ്റും 0 ആയി പോകും. ഓക്കെ അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു 3 ക്യൂബ് ബൈ 3 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു 3യും ഈ താഴത്തെ 3യും പോയി. ഇപ്പോൾ മിച്ചം അവിടെ 3 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 6 വിച്ച് ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 9 പ്ലസ് 6 വിച്ച് ഇസ് ഈക്വൽ ടു 15 എന്നായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ വരുന്നത്. അതായത് നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയത് 15 എന്നുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നിരിക്കുന്ന കർവുകൾ ഏതൊക്കെയാണെന്നുള്ളത് നല്ല കൃത്യമായിട്ട് വരയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ റീജിയൻ നമുക്ക് കിട്ടും. പിന്നെ y വാല്യൂ കണ്ടുപിടിക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ നമ്മുടെ ഇതിൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എഴുതി പഠിക്കുക. പിന്നെ ചെയ്ത 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്